أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഉഹുദ് യുദ്ധ സംഭവങ്ങളിൽ സഹാബാക്കളുടെ ത്യാഗങ്ങളും അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള അനുരക്തിയുടെ ഉദാഹരണങ്ങളും ഞാൻ പറഞ്ഞിരുന്നു. ഇവയിൽ ഹദ്രത്ത് അലിയുടെ ധീരതയെപ്പറ്റിയുള്ള പരാമർശങ്ങളും കാണുന്നുണ്ട്. ഹദ്രത്ത് അലിയെപ്പറ്റി നിവേദനങ്ങളിൽ പറയുന്നു, ഉഹദ് യുദ്ധാവസരത്തിൽ ഇബ്നു കമിയ മുസ്അബ് ബിൻ ഉമൈറിനെ ഷഹീദാക്കിയപ്പോൾ അയാൾ കരുതിയത് താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഷഹീദാക്കി എന്നായിരുന്നു. അങ്ങനെ അയാൾ ഖുറൈശികൾക്കിടയിലേക്ക് തിരിച്ചുപോയി താൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിച്ചുവെന്ന് പറയാൻ തുടങ്ങി. ഹസ്രത്ത് മുസഅബ് ഷഹീദായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതാക ഹസ്രത്ത് അലിയെ ഏൽപ്പിച്ചു. ഹസ്രത്ത് അലി ഒന്നൊന്നായി കാഫിരീങ്ങളുടെ പതാക വാഹകരെ വീഴ്ത്തുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിരീങ്ങളുടെ ഒരു സംഘത്തെ കണ്ടപ്പോൾ ഹസ്രത്ത് അലിയോട് അവരുമായി യുദ്ധം ചെയ്യാൻ കൽപ്പന നൽകി. ഹസ്രത്ത് അലി അംർ ബിൻ അബ്ദുള്ള ജംഹൂയെ വധിച്ചു, ശത്രുനിരയെ ഛിന്നഭിന്നമാക്കി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുടെ മറ്റൊരു സൈനിക സംഘത്തോട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചു. ഹസ്രത്ത് അലി ഷേബ് ബിൻ മാലിക്കിനെ വധിച്ചു. ഹസ്രത്ത് ജിബ്രീൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, തീർച്ചയായും ഇദ്ദേഹം സഹാനുഭൂതി അർഹിക്കുന്നു. അതായത് ഹസ്രത്ത് അലിയെപ്പറ്റി ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അലി എന്നിൽ നിന്നും ഞാൻ അലിയിൽ നിന്നുമാകുന്നു. ആ സമയത്ത് ജിബ്രീൽ പറഞ്ഞു, ഞാൻ നിങ്ങൾ രണ്ടുപേരിൽ നിന്നുമാകുന്നു. ഇക്കാര്യത്തെ ഷിയാക്കൾ അതിശോക്തി കലർത്തി ഒരുപാട് വർണ്ണിക്കാറുണ്ട്. ഹസ്രത്ത് അലി പറയുന്നു, ഉഹദ് യുദ്ധത്തിൽ ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ നിന്ന് മാറിയപ്പോൾ ഞാൻ ശുഹദാക്കളുടെ മൃതദേഹങ്ങൾ തിരയാൻ തുടങ്ങി. അതിലെനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലാഹുവാണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിപ്പോകുന്നവനല്ല. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ശുഹദാക്കൾക്കിടയിലും കാണുകയുണ്ടായില്ല. പക്ഷെ അല്ലാഹു നമ്മളോട് നീരസം പ്രകടിപ്പിക്കുകയും അവൻ തൻ്റെ നബിയെ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്യുകയും അങ്ങനെ കൊല്ലപ്പെടുന്നതുമാണ് അഭികാമ്യം. ഹദ്രത്ത് അലി പറയുന്നു, അങ്ങനെ ഞാൻ എൻ്റെ വാളുറ പൊട്ടിച്ചു കളഞ്ഞു. കാഫിരീങ്ങളെ ആക്രമിച്ചു. അവർ പല ഭാഗത്തേക്കും ചിതറിപ്പിരിഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. സയ്യിദ് ബിൻ മുസയ്യിബിൽ നിന്നുള്ള നിവേദനം, ഉഹദ് യുദ്ധത്തിൽ ഹസ്രത്ത് അലിക്ക് 16 പരിക്കുകൾ ഏറ്റിരുന്നു. ഹസ്രത്ത് മുസ്ലിമോദ് റളിയല്ലാഹു അൻഹു പ്രയാസങ്ങൾക്കിടയിൽ അനുഗ്രഹങ്ങളുടെ ഖജനാവ് ഗുപ്തമായിരിക്കുന്നു എന്ന വിഷയത്തെ വിവരിച്ചുകൊണ്ട് പറയുന്നു, ഹസ്രത്ത് അലി ഉഹദിൽ നിന്ന് തിരിച്ചു വന്ന് ഹസ്രത്ത് ഫാത്തിമയ്ക്ക് തൻ്റെ വാള് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കഴുകി വൃത്തിയാക്കൂ. ഇന്ന് ഈ വാൾ വളരെയേറെ ഉപകാരപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അലി ഇത് പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലി, നിന്റെ വാൾ മാത്രമല്ല പ്രയോജനപ്പെട്ടത്, നിന്റെ മറ്റ് നിരവധി സഹോദരന്മാരുടെ വാളുകളും ഇന്ന് അവയുടെ മേന്മ പ്രകടിപ്പിക്കുകയുണ്ടായി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6-7 സഹാബാക്കളുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അവരുടെ വാളുകളും നിന്റെ വാളിനേക്കാൾ മൂർച്ച കുറഞ്ഞതായിരുന്നില്ല. ഹദ്രത്ത് അബൂ തൽഹ അൻസാരിയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ പരാമർശം കാണപ്പെടുന്നുണ്ട്. ഹദ്രത്ത് അനസ് നിവേദനം ചെയ്യുന്നു, ഉഹദ് യുദ്ധമുണ്ടായപ്പോൾ ജനങ്ങൾ പരാജയപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വിദൂരപ്പെട്ടിരുന്നു. ഹദ്രത്ത് അബൂ തൽഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുന്നിൽ തൻ്റെ പരിചയമായി നിലയുറപ്പിച്ചു. ഹദ്രത്ത് തൽഹ ശക്തമായി വില്ല് കുലയ്ക്കുന്ന അമ്പെയ്ത്തുകാരൻ ആയിരുന്നു. അദ്ദേഹം അന്ന് 2-3 വില്ലുകൾ പൊട്ടിക്കുകയുമുണ്ടായി. അതായത് ശക്തമായി വലിച്ചത് കാരണം വില്ല് പൊട്ടിപ്പോയി. ഏതെങ്കിലും സഹാബി അമ്പുകളുള്ള ആവനാഴിയുമായി അതുവഴി കടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തൽഹയ്ക്ക് വേണ്ടി അമ്പുകൾ എറിഞ്ഞു കൊടുക്കാൻ പറയുമായിരുന്നു. അതായത് ഇദ്ദേഹം നല്ല അമ്പെയ്ത്തുകാരനാണ്, അതുകൊണ്ട് നിങ്ങളുടെ അമ്പും ഇദ്ദേഹത്തിന് കൊടുക്കൂ എന്ന്. അദ്ദേഹം ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ഹസ്രത്ത് അനസ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയുയർത്തി ജനങ്ങളെ നോക്കുമ്പോൾ ഹസ്രത്ത് തൽഹ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, യാബി അൻത വ ഉമ്മി യാ റസൂലുള്ളാഹ് ലാ യുസീബുക സഹമുൻ നെഹരി ദൂന നെഹരിക. എന്റെ മാതാപിതാക്കൾ അങ്ങേക്ക് തണ്ടമായിരിക്കട്ടെ, തലയുയർത്തി നോക്കാതിരുന്നാലും, കാരണം അവരുടെ ശരങ്ങളിൽ ഏതെങ്കിലും ഒരു ശരം അങ്ങേക്ക് മേൽ പതിച്ചേക്കാം. എൻ്റെ നെഞ്ച് അങ്ങേക്ക് മുന്നിലുണ്ട്. ഈ ഉദ്ധരണി ബുഖാരിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഹദ്രത്ത് അനസ് ബിൻ മാലിക് നിവേദനം ചെയ്യുന്നു, ഹദ്രത്ത് തൽഹ ഒരു പരിച കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംരക്ഷിച്ചിരുന്നത്. ഹദ്രത്ത് തൽഹ നല്ല അമ്പെയ്ത്തുകാരനായിരുന്നു. അദ്ദേഹം അമ്പെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല നീട്ടി അതെവിടെയാണ് തറയ്ക്കുന്നതെന്ന് നോക്കുമായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ ഹദ്രത്ത് തൽഹ വജ്ഹി ലവജ്ഹുക്കൽ വഖായി വനഫ്സി ബിനഫ്സിക്കൽ ഫിദായി, അതായത് എൻ്റെ മുഖം അങ്ങയുടെ മുഖത്തെ സംരക്ഷിക്കാനുള്ളതാണ്, എൻ്റെ ജീവൻ അങ്ങയുടെ ജീവനുമേൽ ത്യജിക്കാൻ സന്നദ്ധനുമാണ് എന്ന ഈരടി ചൊല്ലിയതിനെ പറ്റിയും പരാമർശം വരുന്നുണ്ട്. ഹദ്രത്ത് തൽഹ അൻസാരിയെ പറ്റി ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, അബൂ തൽഹ അൻസാരി അമ്പെയ്തുകൊണ്ട് 3 വില്ലുകൾ പൊട്ടിക്കുകയുണ്ടായി. ശത്രുക്കളുടെ ശരങ്ങൾക്ക് മുന്നിൽ വിരിമാറുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തെ തൻ്റെ പരിച കൊണ്ട് മറച്ചു പിടിച്ചു. ഇനി ഹദ്രത്ത് തൽഹ ബിൻ ഉബൈദുള്ളയെ പറ്റിയുള്ള പരാമർശമാണുള്ളത്. നേരത്തെ പറഞ്ഞത് അൻസാരിയായിരുന്നു. ഇദ്ദേഹം ഖുറൈശിയാണ്. ഉഹദ് യുദ്ധ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംരക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ശരങ്ങൾ കയ്യിൽ ഏറ്റുവാങ്ങുകയുണ്ടായി. ഹദ്രത്ത് തൽഹ ഉഹദ് ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കാളിയായിരുന്നു. ഇദ്ദേഹം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ സ്ഥിരചിത്തരായി നിന്നവരിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലവുമായി മരണത്തിന്റെ കാര്യത്തിൽ ബയ്യത്ത് ചെയ്തവരിലും ഉൾപ്പെടുന്നു. മാലിക് ബിൻ സഹീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നേർക്ക് അമ്പെയ്തു. അപ്പോൾ ഹദ്രത്ത് തൽഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്തെ തൻ്റെ കൈകൊണ്ട് സംരക്ഷിക്കുകയായിരുന്നു. അമ്പ് അദ്ദേഹത്തിന്റെ ചെറു വിരലിലാണ് കൊണ്ടത്. അക്കാരണം കൊണ്ട് തന്നെ അത് ഉപയോഗശൂന്യമായി തീരുകയും ചെയ്തു. ആദ്യത്തെ അമ്പ് കൊണ്ടപ്പോൾ വേദന കാരണം ചെറിയൊരു ശബ്ദം വരികയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം ബിസ്മില്ലാ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ തന്നെ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുമായിരുന്നു. ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ സീറത്തുൽ ഹൽബിയയിലെ ഒരു നിവേദനത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഖൈസ് ബിൻ അബൂ ഹാസിം പറയുന്നു, ഞാൻ ഉഹദ് ദിവസം ഹദ്രത്ത് തൽഹ ബിൻ ഉബൈദുള്ളയുടെ കയ്യിൻ്റെ അവസ്ഥ കാണുകയുണ്ടായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അമ്പുകളിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ട് ഉപയോഗശൂന്യമായി തീർന്നിട്ടുണ്ടായിരുന്നു. ഒരു നിവേദനം പറയുന്നു, അതിൽ അമ്പ് കൊണ്ടിരുന്നു. അങ്ങനെ അതിൽ നിന്ന് രക്തം വാർന്നൊഴുകിയതിനാൽ ക്ഷീണം കാരണം അദ്ദേഹം മോഹാത്സ്യപ്പെടുകയുണ്ടായി. ഹദ്രത്ത് അബൂബക്കർ അദ്ദേഹത്തിന്റെ മുഖത്ത് വെള്ളം തെളിച്ചു. അപ്പോൾ അദ്ദേഹം ബോധം വീണ്ടെടുത്തു. ബോധം വന്ന ഉടനെ അദ്ദേഹം ചോദിച്ചു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയിരിക്കുന്നു? ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഖമായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് എന്നെ താങ്കളുടെ അടുത്തേക്ക് അയച്ചത്. ഹദ്റത്ത് തൽഹ പറഞ്ഞു, അൽഹംദുലില്ലാ, കുല്ലു മുസീബത്തിൻ ബാദ ജലലുൻ. എല്ലാ സ്തുതിയും അള്ളാഹുവിനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സുഖമാണെങ്കിൽ പിന്നീടുള്ള എല്ലാ പ്രയാസങ്ങളും നിസ്സാരമാകുന്നു. ഹദ്റത്ത് തൽഹയുടെ മക്കളായ ആയിഷയും ഉമ്മു ഇസ്ഹാക്കും വിവരിക്കുന്നു, ഉഹദ് ദിവസം ഞങ്ങളുടെ പിതാവിന് 24 പരുക്കുകൾ പറ്റിയിരുന്നു. അതിൽ വലിയ പരുക്ക് തലയിലായിരുന്നു. കാലിലെ ഞരമ്പ് മുറിയുകയും ചെയ്തിരുന്നു. വിരൽ ഉപയോഗശൂന്യമായി തീർന്നിട്ടുണ്ടായിരുന്നു. മറ്റ് പരുക്കുകൾ ശരീരത്തിലായിരുന്നു. അദ്ദേഹം അബോധാവസ്ഥയിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നിലെ 2 പല്ലുകളും പൊട്ടിപ്പോയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്തും പരിക്കേറ്റിരുന്നു. ഹദ്റത്ത് തൽഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തൻ്റെ പുറത്ത് എടുത്തുകൊണ്ട് പിന്നിലേക്ക് നീങ്ങി. ശത്രുക്കൾ ആരെയെങ്കിലും കണ്ടാൽ അയാളുമായി പൊരുതിയിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ താഴ്വരയിൽ എത്തിച്ചു. അവിടെ താങ്ങി ഇരുത്തുകയും ചെയ്തു. ഉഹദ് യുദ്ധത്തിൽ സഹാബാക്കളുടെ ജീവത്യാഗത്തെയും കൂറിനെയും സംബന്ധിച്ച് ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഉഹദ് യുദ്ധ ദിവസം ഖാലിദ് ബിൻ വലീദ് മുസ്ലിങ്ങൾക്ക് മേൽ അപ്രതീക്ഷിതമായി ആക്രമണം നടത്തിയപ്പോൾ മുസ്ലിങ്ങൾ 4 ഭാഗത്തേക്കും ചിതറിപ്പിരിഞ്ഞു. ഏതാനും സഹാബാക്കൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെയുണ്ടായിരുന്നത്. അത് കൂടിയാൽ 30 പേർ മാത്രമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്ന സ്ഥലത്തേക്ക് കാഫിര്യങ്ങൾ ശക്തമായി ആക്രമണം നടത്തി. ഒന്നിനു പിറകെ മറ്റൊന്നായി സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംരക്ഷിച്ചുകൊണ്ട് മരിച്ചു വീഴാൻ തുടങ്ങി. വാൾപയറ്റുകാരെ കൂടാതെ അമ്പെയ്ത്തുകാർ ഉയർന്ന കുന്നുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നേർക്ക് നിരവധി അമ്പുകൾ എയ്തുകൊണ്ടിരുന്നു. ശത്രുക്കൾ എണ്ണമറ്റ അമ്പുകൾ വർഷിക്കുന്നത് കണ്ടപ്പോൾ ശത്രുക്കളുടെ എല്ലാ അമ്പുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നേർക്കാണ് വർഷിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ഖുറൈശി വംശജനും മുഹാജിറുമായ തൽഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്തിന് മുന്നിൽ തൻ്റെ കൈ ഉയർത്തി നിന്നു. ശരങ്ങൾ ഒന്നൊന്നായി ഉന്നത്തിൽ വന്ന് പതിക്കുന്നവയെല്ലാം തൽഹയുടെ കൈകളിലാണ് കൊണ്ടിരുന്നത്. പക്ഷേ കൂറും ജീവാർപ്പണ സന്നദ്ധനുമായ സഹാബി തൻ്റെ കൈ അനക്കിയതുപോലുമില്ല. അമ്പുകൾ ഏറ്റുകൊണ്ടിരുന്നു. തൽഹയുടെ ആ കൈ പരുക്കുകളുടെ കാഠിന്യം കാരണം തികച്ചും ഉപയോഗശൂന്യമായി മാറി. ഒരു കൈ മാത്രം അവശേഷിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാമിൻ്റെ 4ാം ഖിലാഫത്ത് കാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ആഭ്യന്തര യുദ്ധമുണ്ടായപ്പോൾ ഒരു വിരോധി പരിഹസിച്ചുകൊണ്ട് തൽഹയെ മുറിയൻ കൈ എന്ന് വിളിച്ചു. അപ്പോൾ മറ്റ് സഹാബാക്കൾ പറഞ്ഞു, മുറിയൻ കൈ തന്നെ, പക്ഷേ എത്ര അനുഗ്രഹീതമായ മുറിയൻ കൈ! തൽഹയുടെ ഈ കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് സംരക്ഷിച്ചുകൊണ്ടാണ് മുറിയൻ കൈ ആയതെന്ന് നിങ്ങൾക്കറിയുമോ? ഉഹദ് യുദ്ധത്തിന് ശേഷം ഒരാൾ തൽഹയോട് ചോദിച്ചു, താങ്കളുടെ കയ്യിൽ അമ്പുകൾ കൊള്ളുമ്പോൾ വേദന തോന്നിയിരുന്നില്ലേ? ഉഫ് എന്ന ശബ്ദം വന്നിരുന്നില്ലേ? തൽഹ മറുപടിയായി പറഞ്ഞു, വേദനയുണ്ടായിരുന്നു. ഉഫ് എന്ന ശബ്ദം വരുമായിരുന്നു. പക്ഷേ ഞാനത് പറഞ്ഞില്ല. ഉഫ് എന്ന് പറയുമ്പോൾ എൻ്റെ കൈ അനങ്ങുകയും അമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുഖത്ത് കൊള്ളുകയും ചെയ്തെങ്കിലോ എന്നതായിരുന്നു എൻ്റെ ആശങ്ക. ഹദ്റത്ത് സാദ് ബിൻ അബി വക്കാസ് ധീരതയും കൂറും പ്രകടിപ്പിച്ച ജീവത്യാഗ സന്നദ്ധനായ ആളുകളിൽപ്പെട്ട വ്യക്തിയായിരുന്നു. ആയിഷ ബിൻത് സാദ് തൻ്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, പറയുന്നു, അവർ, അതായത് ശത്രുക്കൾ തിരിച്ചാക്രമിച്ചപ്പോൾ ഞാൻ ഒരു ഭാഗത്തേക്കായി പോയി. ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ഞാൻ അവരെ എന്നിൽ നിന്നകറ്റും, അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടും, അതുമല്ലെങ്കിൽ ഞാൻ ഷഹീദാകും. അപ്പോൾ ഞാൻ തുടുത്ത മുഖമുള്ള ഒരു വ്യക്തിയെ കണ്ടു. മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുമെന്ന ഘട്ടമെത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ മുഷ്ടിയിൽ ചരലുകൾ നിറച്ച് അവർക്ക് നേരെ എറിഞ്ഞു. അപ്പോൾ തന്നെ എനിക്കും അദ്ദേഹത്തിനുമിടയിൽ മിഖ്ദാദ് വരികയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സഅദ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്നു, താങ്കളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നു.
എനിക്ക് ഒരു പ്രയാസവും ഉണ്ടായില്ല എന്നെനിക്ക് തോന്നിപ്പോയി. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ മുന്നിലിരുത്തി. ഞാൻ അമ്പ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അള്ളാഹുവേ, നിന്റെ അമ്പുകളാണെങ്കിൽ അവ ശത്രുക്കളെ നശിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, അള്ളാഹുവേ, നീ സഅദിന്റെ ദുആകളെ സ്വീകരിക്കണമേ. അള്ളാഹുവേ, നീ സഅദിന്റെ ഉന്നം ശരിയാക്കണമേ. അല്ലയോ സഅദ്, എന്റെ മാതാപിതാക്കൾ നിനക്ക് മേൽ ദണ്ഡമായിരിക്കട്ടെ. സഅദ് പറയുന്നു, അതായത് അദ്ദേഹം സംഭവം വിവരിക്കുകയാണ്. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്കിടയിൽ ഏതോ മലക്ക് വന്ന് പോരാടുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നുവെന്ന് എന്നോട് ആരോ പറയുകയുണ്ടായി. വ്യത്യസ്തമായി അനുഭവപ്പെട്ടതായിരിക്കാം. ജനങ്ങൾക്ക് കശ്ഫിന്റെ അവസ്ഥ ഉണ്ടായതുമായിരിക്കാം. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ സംഭവിച്ചതുമാകാം. ഏതായാലും ഒടുവിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ തന്നെയായിരുന്നു. സഅദ് തുടരുന്നു, ഞാൻ അമ്പെയ്യുമ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരുന്നു, അള്ളാഹുവേ, ഇദ്ദേഹത്തിന്റെ ഉന്നം ശരിയാക്കണമേ, ഇദ്ദേഹത്തിന്റെ ദുആ സ്വീകരിക്കണമേ. അങ്ങനെ ഞാൻ ആവനാഴിയിൽ നിന്ന് അമ്പുകൾ എയ്തു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ആവനാഴി തുറക്കുകയും എനിക്ക് മുനയും ചിറകുമില്ലാത്ത ഒരമ്പ് തരികയും ചെയ്തു. അത് മറ്റ് അമ്പുകളെ അപേക്ഷിച്ച് കൂടുതൽ തീവ്രത അല്ലെങ്കിൽ വേഗതയുള്ളതായിരുന്നു. അല്ലാമ സുഹരി എഴുതുന്നു, അന്ന് സഅദ് 1000 അമ്പുകൾ എയ്യുകയുണ്ടായി. ഉഹദ് യുദ്ധവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഉറച്ചു നിന്ന സഹാബാക്കൾ ഏതാനും പേർ മാത്രമായിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്ന ഹദ്രത്ത് സഅദ് ബിൻ അബി വക്കാസിനെ പറ്റി സീറത്ത് ഖാത്തമുൻ നബിയിനിൽ ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, സഅദ് ബിൻ വക്കാസിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് അമ്പുകൾ എടുത്തു കൊടുത്തിരുന്നത്. ഹദ്രത്ത് സഅദ് ഈ അമ്പുകൾ ശത്രുക്കൾക്ക് നേരെ തുരുതര തൊടുത്തുകൊണ്ടിരുന്നു. ഒരു വേള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് സഅദിനോട് പറഞ്ഞു, നിനക്ക് മേൽ എൻ്റെ മാതാപിതാക്കൾ ദണ്ഡമായിരിക്കട്ടെ, തുടർച്ചയായി അമ്പ് ചെയ്തുകൊണ്ടിരിക്കൂ. സഅദ് തൻ്റെ ആയുഷ്കാലം മുഴുവനും ഈ വാക്കുകളെ വളരെ അഭിമാന പുരസ്സരം വിവരിച്ചു കൊണ്ടിരുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹദ്രത്ത് സഅദ് ബിൻ അബി വക്കാസ് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധ ദിവസം തൻ്റെ ആവനാഴിയിൽ നിന്ന് അമ്പുകളെടുത്ത് എനിക്ക് വേണ്ടി നിരത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്പ് ചെയ്തുകൊണ്ടിരിക്കുക, നിനക്ക് മേൽ എൻ്റെ മാതാപിതാക്കൾ ദണ്ഡമായിരിക്കട്ടെ. ഹദ്രത്ത് അലി വിവരിക്കുന്നു, ഞാൻ ഹദ്രത്ത് സഅദ് ബിൻ അബി വക്കാസിനോടല്ലാതെ ഒരിക്കലും മറ്റാർക്കു വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മാതാപിതാക്കൾ ദണ്ഡമായിരിക്കട്ടെ എന്ന് ദുആ ചെയ്തതായി കേട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധവേളയിൽ ഹദ്രത്ത് സഅദിനോട് പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ നിനക്ക് മേൽ ദണ്ഡമായിരിക്കട്ടെ, നീ അമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലയോ ശക്തനായ യോദ്ധാവേ, അമ്പ് ചെയ്തുകൊണ്ടിരിക്കൂ. എന്നാൽ ബുഖാരിയിലുള്ള മറ്റൊരു നിവേദനമനുസരിച്ച് ഹദ്രത്ത് സഅദിനെ കൂടാതെ ചരിത്രത്തിൽ ഹദ്രത്ത് സുബൈർ ബിൻ അവാമിൻ്റെ പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിദാക്ക അബി വ ഉമ്മി, എൻ്റെ മാതാപിതാക്കൾ നിനക്ക് ദണ്ഡമായിരിക്കട്ടെ എന്ന് പറഞ്ഞതായി കാണുന്നുണ്ട്. അതുപോലെ ഹദ്രത്ത് അബൂ ദുജാനയുടെ ത്യാഗത്തെപ്പറ്റി വിവരണങ്ങൾ കാണുന്നുണ്ട്. ഒരു നിവേദനത്തിൽ പറയുന്നു, ഉഹദ് യുദ്ധത്തിൽ അബൂ ദുജാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംരക്ഷണത്തിൽ പരിചയായിരുന്നു. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്തിന് അഭിമുഖമായി നിൽക്കുകയുണ്ടായി. വരുന്ന അമ്പുകളെല്ലാം അദ്ദേഹത്തിന്റെ ഇടുപ്പിലാണ് കൊണ്ടത്. അദ്ദേഹം കുനിഞ്ഞു നിൽക്കുകയായിരുന്നു. എല്ലാ അമ്പുകളും തൻ്റെ ഇടുപ്പിലാണ് ഏറ്റുവാങ്ങിയത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഇടുപ്പിൽ നിരവധി അമ്പുകൾ തറയ്ക്കുകയുണ്ടായി. ഹദ്രത്ത് അബൂ ദുജാനയുടെ സ്ഥൈര്യത്തെപ്പറ്റി ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് വിവരിക്കുന്നു, ഹദ്രത്ത് അബൂ ദുജാന ഒരുപാട് നേരം തൻ്റെ ശരീരത്തെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തെ മറച്ചു പിടിച്ചു നിന്നു. എല്ലാ അമ്പുകളും കല്ലുകളും തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരം അമ്പുകൊണ്ട് അരിപ്പ പോലെയായി. പക്ഷെ അദ്ദേഹം ഉഫ് എന്ന് പോലും പറഞ്ഞില്ല. അങ്ങനെ തൻ്റെ ശരീരം അനങ്ങിയാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം കാണപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മേൽ അമ്പുകൊള്ളുകയും ചെയ്തെങ്കിലോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആശങ്ക. ഇനി ഹസ്രത്ത് സഹൽ ബിൻ ഹുനൈഫാണ്. ഇദ്ദേഹം അഗ്രഗണ്യനായ സഹാബാക്കളിൽപ്പെടുന്നു. അദ്ദേഹം ഉഹദ് ദിവസം സ്ഥിരയുക്തത കാണിച്ചു. അന്ന് അദ്ദേഹം മരണം വരിക്കാമെന്ന കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ബയ്യത്ത് ചെയ്തിരുന്നു. ആ സമയത്ത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ പരിചയായി ഉറച്ചു നിന്നു. ശത്രുക്കളുടെ കഠിനമായ ആക്രമണം കാരണം മുസ്ലിങ്ങൾ ചിതറിപ്പിരിഞ്ഞപ്പോൾ അന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനു വേണ്ടി അമ്പെയ്യുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹലിന് അമ്പുകൾ കൊടുക്കൂ, കാരണം അമ്പെയ്യുന്നത് അദ്ദേഹത്തിന് എളുപ്പമുള്ള കാര്യമാകുന്നു. ഒരു മഹിളയെപ്പറ്റി, അതായത് ഒരു സഹാബിയെ പറ്റിയും പരാമർശം കാണപ്പെടുന്നുണ്ട്. ഹദ്രത്ത് അമ്മാറ ഉഹദ് യുദ്ധത്തിൽ ധീരത പ്രകടിപ്പിക്കുകയുണ്ടായി. ഇവർ ധീരത കാണിച്ച നല്ല കൂറുള്ള ജീവത്യാഗ സന്നദ്ധയായ സഹാബിയ ആയിരുന്നു. അവരുടെ മുഴുവൻ പേര് ഉമ്മു അമ്മാറ മാസീനിയ എന്നായിരുന്നു. ഉമ്മു അമ്മാറയുടെ പേര് നസീബ എന്നാണ്, അതായത് നസീബ എന്നാണ് അവരുടെ യഥാർത്ഥ പേര്. ഇവർ ഹസ്രത്ത് സെയ്ദ് ബിൻ ആസിമിന്റെ ഭാര്യയായിരുന്നു. അവർ, അതായത് ഉമ്മ അമ്മാറ പറയുന്നു, ഉഹദ് യുദ്ധവേളയിൽ ജനങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി ഞാൻ പോവുകയുണ്ടായി. എൻ്റെ കയ്യിൽ പരിക്കേറ്റവർക്ക് കൊടുക്കാൻ വേണ്ടി വെള്ളം നിറച്ച പാത്രമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ വരെ എത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്കിടയിലായിരുന്നു. ആ സമയത്ത് മുസ്ലിങ്ങളുടെ നില ഭദ്രമായിരുന്നു, അതായത് യുദ്ധത്തിൻ്റെ പ്രാരംഭഘട്ടമായിരുന്നു. പിന്നെ സഹാബാക്കൾ ഉന്തും തള്ളിലും പല ഭാഗത്തേക്ക് ചിതറിപ്പിരിഞ്ഞു. പിന്നെ മലയിടുക്ക് ഒഴിവാക്കിയതും മുശ്രീക്കുകൾ പിന്നിലൂടെ അതിക്രമിച്ചതുമായ സംഭവങ്ങളാണ് പറയുന്നത്. തുടർന്ന് പറയുന്നു, മുശ്രിക്കീങ്ങൾ 4 ഭാഗത്തു നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വളഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. ഈ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ എണീറ്റ് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വരുന്നത് ഞാൻ വാളുകൊണ്ട് തടയുകയായിരുന്നു. അതോടൊപ്പം ഞാൻ വില്ലുകൊണ്ട് അമ്പും എയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്കും പരിക്കേറ്റു. അവരുടെ തോളിൽ വളരെ ആഴത്തിൽ മുറിവ് പറ്റി. ആരാണ് താങ്കളെ പരിക്കേൽപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇബ്നു കമിയ. ഉമ്മു അമ്മാറ തുടരുന്നു, മുസ്ലിങ്ങൾ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ നിന്ന് ചിതറിപ്പിരിഞ്ഞപ്പോൾ അയാൾ, അതായത് ഇബ്നു കമിയ, ഇങ്ങനെ പറഞ്ഞു മുന്നോട്ട് വന്നു, മുഹമ്മദിനെ ശ്രദ്ധിക്കൂ, ഇന്ന് അദ്ദേഹം രക്ഷപ്പെട്ടാൽ പിന്നെ ഞാൻ രക്ഷപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതായത് ഇന്ന് അദ്ദേഹമോ ഞാനോ ഒരാൾ മാത്രം ബാക്കിയാകുന്നതാണ്. പറയുന്നു, അയാൾ അടുത്തെത്തിയപ്പോൾ ഞാനും മുസ്അബ് ബിൻ ഉമൈറും അയാളുടെ വഴി തടഞ്ഞു. ആ സമയത്ത് അയാൾ എന്നെ ആക്രമിച്ചു. ആ ആക്രമണത്തിലാണ് ഈ പരിക്കേൽപ്പിച്ചത്. ഈ തോളിലെ മുറിവിനെ പറ്റിയല്ലേ ചോദിക്കുന്നത്? ഇത് അയാൾ എന്നെ മുറിവേൽപ്പിച്ചതാണ്. ഞാൻ അയാളെ പലവട്ടം ആക്രമിച്ചു. എന്നാൽ ആ ദൈവിക ശത്രു 2 പടച്ചട്ട അണിഞ്ഞിരുന്നു. ചില ഉലമാക്കൾ എഴുതുന്നു, ഉഹദ് യുദ്ധവേളയിൽ നസീബയും അവരുടെ ഭർത്താവ് സെയ്ദ് ബിൻ ആസിമും 2 മക്കളായ ഖുബൈബും അബ്ദുള്ളയും എല്ലാം യുദ്ധത്തിന് പോയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടെല്ലാമായി പറഞ്ഞു, അള്ളാഹു നിങ്ങളുടെ കുടുംബക്കാരിൽ കാരുണ്യം വർഷിക്കുമാറാകട്ടെ. ഒരു നിവേദനത്തിൽ പറയുന്നു, അള്ളാഹു നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ ചെയ്തപ്പോൾ ഹദ്റത്ത് ഉമ്മു അമ്മാറ, അതായത് നസീബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, ഞങ്ങൾ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ഉണ്ടാകുന്നതിന് വേണ്ടി അങ്ങ് ദുആ ചെയ്താലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവേ, ഇവരെ സ്വർഗത്തിൽ എൻ്റെ സുഹൃത്തുക്കളും സഹചരരുമാക്കണമേ. ആ സമയത്ത് ഹദ്റത്ത് ഉമ്മ അമ്മാറ പറഞ്ഞു, ഇനി ഈ ലോകത്ത് എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റി എനിക്ക് ആശങ്കയില്ല. ഈ ദുആ എനിക്ക് കിട്ടിയിരിക്കുന്നു, എനിക്ക് അത് ധാരാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി പറഞ്ഞു, ഒരു ദിവസം ഇടതും വലതും എവിടെ നോക്കുകയാണെങ്കിലും അവിടെ അവരെ കാണാമായിരുന്നു.
അവർ എൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ശത്രുക്കളുമായി പൊരുതുകയായിരുന്നു. ഉഹുദ് യുദ്ധത്തിൽ ഹദ്രത്ത് ഉമ്മു അമ്മാറയ്ക്ക് 12 പരിക്കുകൾ പറ്റി. അതിൽ വാളുകൊണ്ടും കുന്തം കൊണ്ടുമുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. ഹദ്രത്ത് ഉമ്മു അമ്മാറയെ പറ്റി ഹദ്രത്ത് മീസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഉമ്മു അമ്മാറ എന്നു പേരുള്ള ഒരു മുസ്ലിം മഹിള വാളും കയ്യിലേന്തി വെട്ടിയും കുത്തിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തി. ആ സമയത്ത് അബ്ദുല്ല ബിൻ കമിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആക്രമിക്കാൻ മുന്നോട്ട് ഗമിക്കുകയായിരുന്നു. മുസ്ലിം മഹിള ശീഘ്രഗതിയിൽ മുന്നോട്ട് വന്ന് പ്രസ്തുത ആക്രമണം സ്വയം ഏറ്റുവാങ്ങി. പിന്നെ വാളൂരിക്കൊണ്ട് അയാൾ എതിരിട്ടു. പക്ഷെ അയാൾ ഇരട്ട പടച്ചട്ടയണിഞ്ഞ പുരുഷനായിരുന്നു. ഇവരാകട്ടെ അബലയായ ഒരു സ്ത്രീയും. അതുകൊണ്ട് വാളിന്റെ പ്രഹരം ശക്തമായിക്കൊണ്ടില്ല. ഇബ്നു കമിയ ഗർജിച്ചുകൊണ്ടും മുസ്ലിം അണികളെ വകഞ്ഞു മാറ്റിക്കൊണ്ടും മുന്നോട്ട് ഗമിച്ചു. സഹാബാക്കൾ അയാളെ തടഞ്ഞുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്ത് വരെ എത്തി. അവിടെ എത്തിയതും അയാൾ ശക്തമായി നിർദാക്ഷിണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധ മുഖത്തിനു നേരെ ആക്രമണം നടത്തി. സഹാബാക്കൾ അതിൽ നടുങ്ങിപ്പോയി. ജീവത്യാഗസന്നദ്ധനായ തൽഹ മുന്നോട്ട് ചാടി പ്രസ്തുത പ്രഹരം തന്റെ നഗ്നമായ കൈകളിൽ ഏറ്റുവാങ്ങി. എന്നാൽ ഇബ്നു കമിയയുടെ വാൾ തൽഹയുടെ കൈ മുറിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പാർശ്വത്തിൽ പതിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മുറിവ് പറ്റിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആപാദചൂടം 2 പടച്ചട്ട അണിഞ്ഞിരുന്നു. ആക്രമണത്തിന്റെ ശക്തിയും തൽഹയുടെ ജീവത്യാഗ പോരാട്ടത്തിൽ കുറഞ്ഞു പോയിരുന്നു. പക്ഷേ ഈ പ്രയാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല കറങ്ങി വീണുപോയി. ഇബ്നു കമിയ അപ്പോൾ താൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിച്ചു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മുദ്രാവാക്യം മുഴക്കാൻ തുടങ്ങി. ഇബ്നു കമിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആക്രമിക്കുകയും സന്തോഷപൂർവ്വം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പിന്മാറുകയും ചെയ്തു. താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിച്ചു എന്ന് സ്വയം നനയ്ക്കുകയും ചെയ്തു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണപ്പോൾ തന്നെ ഹദ്രത്ത് അലിയും ഹദ്രത്ത് തൽഹയും തൽക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുകളിലേക്ക് താങ്ങിയെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ മുസ്ലിങ്ങളുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. ഇപ്പോൾ മന്ദം യുദ്ധത്തിന്റെ തീവ്രത കുറയാൻ തുടങ്ങി. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായ എന്ന സംതൃപ്തിയിൽ കാഫിരീങ്ങൾ അല്പം അയഞ്ഞു തുടങ്ങി. അതുകൊണ്ട് അവർ യുദ്ധത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റി തങ്ങളുടെ ചില വധിക്കപ്പെട്ടവരെ അന്വേഷിക്കാൻ തുടങ്ങി. ചില മുസ്ലിം ശഹദാക്കളുടെ മൃതദേഹങ്ങളെ അനാദരിക്കാനും തുടങ്ങി. മറുഭാഗത്ത് മുസ്ലിങ്ങളിൽ അധിക പേരും ചിതറിപ്പിരിഞ്ഞിരുന്നു. യുദ്ധത്തിൽ അബൂ സുഫിയാനുമായുള്ള സംസാരത്തെപ്പറ്റിയും ഖുറൈശികൾ എങ്ങനെയാണ് തിരിച്ചു വന്നത് എന്നതിനെപ്പറ്റിയും പരാമർശമുണ്ട്. ഉഹദ് യുദ്ധ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോടൊപ്പം മലയിൽ കയറിയപ്പോൾ കാഫിരീങ്ങളും പിന്നാലെ എത്തി. സഹീഹ് ബുഖാരിയിലുള്ള നിവേദനത്തിൽ പറയുന്നു, അബൂ സുഫിയാൻ 3 തവണ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അവരിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നതിൽ നിന്ന് സഹാബാക്കളെ വിലക്കി. പിന്നെ അയാൾ 3 പ്രാവശ്യം വിളിച്ചു ചോദിച്ചു, ജനങ്ങൾക്കിടയിൽ അബൂ ഖുഹാഫയുടെ മകൻ, അതായത് അബൂബക്കർ ഉണ്ടോ? അയാൾ 3 പ്രാവശ്യം ചോദിച്ചു. അവർക്കിടയിൽ ഖത്താബിന്റെ മകൻ, അതായത് ഉമർ ഉണ്ടോ? പിന്നെ അയാൾ തൻ്റെ കൂട്ടാളികളിലേക്ക് തിരിച്ച ശേഷം പറഞ്ഞു, ഇവരെല്ലാം മരണപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഉമറിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, അല്ലയോ അള്ളാഹുവിൻ്റെ ശത്രു, നീ പേരെടുത്ത് പറഞ്ഞവരെല്ലാം ജീവിച്ചിരിപ്പുണ്ട്. ഇനി അസഹനീയമായ കാര്യങ്ങൾ നിനക്ക് വേണ്ടി വളരെയേറെ ബാക്കി വച്ചിട്ടുമുണ്ട്. ഇതും ബുഖാരിയുടെ നിവേദനമാകുന്നു. അബൂ സുഫിയാൻ പറഞ്ഞു, ഇത് ബദർ യുദ്ധത്തിലുള്ള മറുപടിയാകുന്നു. യുദ്ധം വെള്ളമെടുക്കുന്ന തൊട്ടി പോലെയാണ്. ചിലപ്പോൾ ഇവർക്ക് വിജയം, ചിലപ്പോൾ അവർക്ക് വിജയം. നിങ്ങൾ മൃതദേഹങ്ങൾ മൂക്കും കാതും ഛേദിക്കപ്പെട്ട, അതായത് വികൃതമാക്കപ്പെട്ട നിലയിൽ കാണുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചിരുന്നില്ല, പക്ഷേ ഞാനത് തെറ്റാണെന്ന് ഗണിക്കുന്നില്ല. തുടർന്ന് അയാൾ വിജയപേര് മുഴക്കിക്കൊണ്ട് പറഞ്ഞു, ഉൽ ഹുബുൽ ഉൽ ഹുബുൽ, ഹുബുൽ ദേവത കീ ജയ്, ഹുബുൽ ദേവത കീ ജയ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് മറുപടി നൽകുന്നില്ല? സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾ എന്താണ് പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അല്ലാഹു ആലാ വാജൽ, അള്ളാഹു തന്നെയാണ് ഏറ്റവും ഉന്നതനും പ്രതാപവാനും എന്ന് പറയുക. പിന്നെ അബൂ സുഫിയാൻ പറഞ്ഞു, ഉസ്സ ദേവത ഞങ്ങൾക്കുണ്ട്, നിങ്ങൾക്കൊരു ഉസ്സയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ അതിന് മറുപടി പറയുന്നില്ലേ? ഹദ്രത്ത് ബറാ ബിൻ ആസിബ് പറയുന്നു, സഹാബാക്കൾ ചോദിച്ചു, ഞങ്ങൾ എന്താണ് പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു മൗലാന വലാ മൗലാലക്കും, അള്ളാഹു ഞങ്ങളുടെ സഹായിയാകുന്നു, നിങ്ങൾക്ക് യാതൊരു സഹായിയുമില്ല എന്ന് പറയുക. തുടർന്ന് അബൂ സുഫിയാൻ മുസ്ലിങ്ങളോട് വിളിച്ചു പറഞ്ഞു, അടുത്ത വർഷം ബദർ മൈതാനത്ത് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളിൽ ഒരാളോട് പറഞ്ഞു, അതെ, കണ്ടുമുട്ടാമെന്ന നിങ്ങളുടെ വാഗ്ദാനം ബാക്കിയാണെന്ന് പറയുക. ഹദ്രത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തമുൻ നബിയിൽ എഴുതുന്നു, ഇവിടെ മുസ്ലിങ്ങൾ തങ്ങളുടെ മുറിവുകൾ കെട്ടുകയായിരുന്നു. എന്നാൽ മറുഭാഗത്ത് താഴെ യുദ്ധമൈതാനത്ത് ഖുറൈശികൾ മുസ്ലിം ശുഹദാക്കളുടെ മൃതദേഹങ്ങൾ വളരെ നിർദാക്ഷിണ്യം വികൃതമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മൃതദേഹങ്ങൾ വികൃതമാക്കുന്ന മൃഗീയ ആചാരം തികച്ചും മൃഗസമാനമായ നിലയിൽ തന്നെ നടത്തിക്കൊണ്ടിരുന്നു. മുസ്ലിം ശുഹദാക്കളുടെ മൃതദേഹത്തോട് മക്കയിലെ രക്തദാഹികളായ മൃഗങ്ങൾ തങ്ങൾക്ക് തോന്നിയതെല്ലാം ചെയ്തു. ഖുറൈശി സ്ത്രീകൾ മുസ്ലിങ്ങളുടെ കാതും മൂക്കും അരിഞ്ഞെടുത്ത് അതുകൊണ്ട് മാലയുണ്ടാക്കി അണിഞ്ഞു. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് ഹദ്രത്ത് ഹംസയുടെ കരളെടുത്ത് ചവയ്ക്കുകയുണ്ടായി. വില്യം മ്യൂർ പറയുന്നതനുസരിച്ച് മുസ്ലിങ്ങളുടെ മൃതദേഹത്തോട് ഖുറൈശികൾ മൃഗീയമായി പെരുമാറി. മക്ക മൂപ്പന്മാർ ഒരുപാട് നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൃതദേഹം മൈതാനത്ത് അന്വേഷിച്ചു നടന്നു. ഈ ദൃശ്യം കാണാനുള്ള ആഗ്രഹത്തിൽ അവരുടെ ദൃഷ്ടികൾ കൊതിക്കുകയായിരുന്നു. എന്നാൽ അത് കിട്ടാനില്ലാത്തത് അവർക്ക് കിട്ടുകയുണ്ടായില്ല. അത് സാധ്യവുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്നില്ല. ഈ അന്വേഷണത്തിൽ നിരാശനായി അബൂ സുഫിയാൻ ഏതാനും കൂട്ടുകാരെയും കൂട്ടി മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന മലയിടുക്കിലേക്ക് നീങ്ങി. അതിൻ്റെ സമീപത്തെത്തിയ ശേഷം വിളിച്ചു ചോദിച്ചു, മുസ്ലിങ്ങളെ, നിങ്ങളിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ സഹാബാക്കളും നിശബ്ദത പാലിച്ചു. പിന്നെ അബൂബക്കർ, ഉമർ എന്നിവരെ പറ്റി ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശപ്രകാരം ആരും ഒരു മറുപടി നൽകിയില്ല. അപ്പോൾ അയാൾ വളരെ ഗർവിഷ്ഠനായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവരെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു. അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മറുപടി നൽകുമായിരുന്നു. ആ സമയത്ത് ഹദരത്ത് ഉമറിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അനിയന്ത്രിതമായി പറഞ്ഞു, അല്ലയോ അള്ളാഹുവിൻ്റെ ശത്രു, നീ പറയുന്നത് കള്ളമാണ്. ഞങ്ങളെല്ലാവരും ജീവനയോടെയുണ്ട്. അള്ളാഹു ഞങ്ങളുടെ കൈകളാൽ നിന്നെ നിന്ദ്യനാക്കുന്നതാണ്. അബൂ സുഫിയാൻ ഹദരത്ത് ഉമറിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞപ്പോൾ ചോദിച്ചു, ഉമർ, മുഹമ്മദ് ജീവിച്ചിരിപ്പുണ്ടോ? സത്യം പറയൂ. ഹദരത്ത് ഉമർ പറഞ്ഞു, അതെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജീവിച്ചിരിപ്പുണ്ട്. നീ പറയുന്നതൊക്കെ കേൾക്കുന്നുമുണ്ട്. അബൂ സുഫിയാൻ ഏറെക്കുറെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, എങ്കിൽ പിന്നെ ഇബ്നു കമിയ പറഞ്ഞത് കള്ളമാകുന്നു. കാരണം ഞാൻ നിന്നെ അവനേക്കാളും സത്യസന്ധനാണെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം അബൂ സുഫിയാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഉൽ ഹുബുൽ, ഹുബുൽ ദേവത വിജയിക്കട്ടെ. സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശം പ്രതീക്ഷിച്ച് നിശബ്ദരായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ വിലക്കിയതാണ്. എന്നാൽ തൻ്റെ പേര് പറഞ്ഞപ്പോൾ നിശബ്ദനായിരിക്കാൻ കൽപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ നാമത്തിന് മുന്നിൽ വിഗ്രഹത്തിൻ്റെ പേര് വന്നപ്പോൾ അസ്വസ്ഥതയോടെ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് മറുപടി നൽകുന്നില്ല? സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാ, ഞങ്ങൾ എന്ത് മറുപടിയാണ് നൽകേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ആലാ വ അജൽ, അള്ളാഹു തന്നെയാണ് ഉന്നതനും പ്രതാപവാനുമെന്ന് നിങ്ങൾ പറയുവിൻ. അബൂ സുഫിയാൻ പറഞ്ഞു, ലനൽ ഉസ്സ വലാ ഉസ്സാലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്കൊരു ഉസ്സയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, അല്ലാഹു മൗലാന വലാ മൗലാലക്കും, ഉസ്സയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഞങ്ങൾക്ക് സഹായിയായി അള്ളാഹു ഉണ്ട്, നിങ്ങൾക്ക് ഒരു സഹായിയുമില്ല എന്ന് പറയുവിൻ.
തുടർന്ന് അബൂ സുഫിയാൻ പറഞ്ഞു, യുദ്ധം വെള്ളം കോരുന്ന തൊട്ടി പോലെയാകുന്നു. ചിലപ്പോൾ ഉയരുകയും ചിലപ്പോൾ താഴുകയും ചെയ്യും. ഈ ദിവസം ബദറിന്റെ പകരമാണെന്ന് കരുതിക്കൊള്ളുക. നിങ്ങളുടെ രണാങ്കണത്തിൽ വികൃതമാക്കിയ മൃതദേഹങ്ങൾ കാണാൻ ഇടവരുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്യാൻ കൽപ്പന നൽകിയിട്ടില്ല. പക്ഷേ എനിക്ക് ഇതേപ്പറ്റി അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആളുകൾ ചെയ്തത് മോശമാണെന്നും തോന്നിയില്ല. നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ അടുത്ത വർഷം ഇതേ ദിവസങ്ങളിൽ ബദറിന്റെ സ്ഥലത്ത് വെച്ച് വീണ്ടും യുദ്ധം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശപ്രകാരം മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു, വളരെ നല്ലത്, ഈ വാഗ്ദാനം ഇരിക്കട്ടെ. ഇത്രയും പറഞ്ഞ ശേഷം അബൂ സുഫിയാൻ തന്റെ കൂട്ടാളികളെയും കൂട്ടി താഴെ ഇറങ്ങി. എത്രയും വേഗം ഖുറൈശികളുടെ സൈന്യം മക്കയിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹം എഴുതുന്നു, കൗതുകകരമെന്ന് പറയട്ടെ, ഖുറൈശികൾ മുസ്ലിങ്ങൾക്കെതിരിൽ വിജയം വരിച്ചിരുന്നു. ഭൗതിക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് തങ്ങളുടെ വിജയത്തെ പ്രയോജനപ്പെടുത്താമായിരുന്നു. അവർക്ക് മദീനയെ ആക്രമിക്കാനുള്ള വഴി ഏതായാലും തുറന്നിരിക്കുകയായിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ ഇടപെടൽ കാരണം വിജയം വരിച്ചെങ്കിലും ഖുറൈശികളുടെ ഹൃദയം ഉള്ളിൻ്റെ ഉള്ളിൽ പരിക്ഷീണമായിരുന്നു. അവർ, അതായത് ഊഹദ് മൈതാനത്ത് ലഭിച്ച വിജയം തന്നെ വളരെ വലുതാണെന്ന് മനസ്സിലാക്കി എത്രയും വേഗം തിരിച്ചു പോകുന്നതാണ് അഭികാമ്യമെന്ന് കരുതി. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകരുതൽ നടപടി എന്ന നിലയ്ക്ക് എത്രയും വേഗം ഹദ്രത്ത് അബൂബക്കർ, ഹദ്രത്ത് സുബൈർ എന്നിവരെല്ലാം ഉൾപ്പെട്ട 70 അംഗ സഹാബാക്കളുടെ ഒരു സംഘത്തെ ഖുറൈശി സൈന്യത്തിനു മുന്നിൽ പറഞ്ഞുവിട്ടു. ഇത് ബുഖാരിയിലുള്ള നിവേദനമാണ്. പൊതുവിൽ ചരിത്രകാരന്മാർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് അലിയെ, ചില നിവേദനമനുസരിച്ച് സഅദ് ബിൻ വഖാസിനെ ഖുറൈശികളുടെ പിന്നിൽ പറഞ്ഞയച്ചു. അവരോട് പറഞ്ഞു, ഖുറൈശികൾ മദീനയെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞു വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുറൈശികൾ ഒട്ടകങ്ങളിൽ സവാരി ചെയ്യുകയും കുതിരകളെ വെറുതെ കൊണ്ടുപോവുകയുമാണെങ്കിൽ അവർ മക്കയിലേക്ക് പോവുകയാണെന്നും മദീനയെ ആക്രമിക്കാൻ ഉദ്ദേശമില്ലെന്നും മനസ്സിലാക്കിക്കൊള്ളുക. എന്നാൽ അവർ കുതിരകളിൽ സവാരി ചെയ്യുകയാണെങ്കിൽ അവരുടെ ഉദ്ദേശം നല്ലതല്ലെന്നും അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആവർത്തിച്ചു പറഞ്ഞു, ഖുറൈശികളുടെ സൈന്യം മദീനയിലേക്ക് തിരിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അറിയിപ്പ് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആവേശത്തോടെ പറഞ്ഞു, ഖുറൈശികൾ മദീനയെ ആക്രമിക്കുകയാണെങ്കിൽ അള്ളാഹുവാണെ അവരെ നേരിട്ടുകൊണ്ട് ആക്രമണത്തിന്റെ സ്വാദ് അവരെ രുചിപ്പിക്കുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച വ്യക്തി പോവുകയും വളരെ വേഗം തിരിച്ചെത്തി ഖുറൈശി സൈന്യം മക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഹദ്രത്ത് മുസ്ലിം മൗദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിക്കേറ്റ് മോഹാത്സ്യപ്പെട്ടു വീണതിനെയും അതിനുശേഷമുള്ള സംഭവങ്ങളെയും പറ്റി പറയുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ബോധം വീണ്ടും കിട്ടി. മുസ്ലിങ്ങളെ വീണ്ടും ഒരുമിച്ച് കൂടാൻ സഹാബാക്കൾ യുദ്ധത്തിന്റെ 4 ഭാഗത്തേക്കും ആളെ അയച്ചു. ഓടിപ്പോയ സൈന്യം വീണ്ടും ഒരുമിച്ച് കൂടാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും കൂട്ടി മലയുടെ താഴ്വാരത്തേക്ക് പോയി. താഴ്വരയിൽ ബാക്കി വന്ന സൈന്യം നിലയുറപ്പിച്ചു. അപ്പോൾ അബൂ സുഫിയാൻ വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാന്റെ വാക്കുകൾക്ക് മറുപടി നൽകിയില്ല. ശത്രുക്കൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി ആക്രമിക്കാതിരിക്കാനും പരിക്കേറ്റ മുസ്ലിങ്ങൾ വീണ്ടും ശത്രുക്കളുടെ ആക്രമണത്തിന് ഇരയാകാതിരിക്കാനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തത്. മറുപടി ഒന്നും കിട്ടാതായപ്പോൾ തന്റെ ധാരണ ശരിയാണെന്ന് ഉറപ്പിച്ച അബൂ സുഫിയാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ അബൂബക്കറിനെയും വധിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോടും മറുപടി നൽകേണ്ടെന്ന് കൽപ്പിച്ചു. പിന്നെ അബൂ സുഫിയാൻ, ഞങ്ങൾ ഉമറിനെയും വധിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഉമർ വളരെ ആവേശഭരിതനായ മനുഷ്യനായിരുന്നു. ഞങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജീവിച്ചിരിപ്പുണ്ടെന്നും നിന്നോട് പോരാടാൻ തയ്യാറാണെന്നും പറയാൻ ഹദ്രത്ത് ഉമർ ആഗ്രഹിച്ചെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിലക്കിക്കൊണ്ട് പറഞ്ഞു, മുസ്ലിങ്ങളെ പ്രയാസത്തിലാക്കരുത്, നിശബ്ദനായിരിക്കൂ. ഇസ്ലാമിന്റെ സ്ഥാപകനെയും അദ്ദേഹത്തിന്റെ ഇടം വലം കൈകളെയും തങ്ങൾ വധിച്ചിരിക്കുന്നുവെന്ന് കാഫിര്യങ്ങൾക്ക് ഉറപ്പായി. തുടർന്ന് അബൂ സുഫിയാനും അയാളുടെ കൂട്ടുകാരും സന്തോഷപൂർവ്വം ഊൽ ഹുബുൽ, ഞങ്ങളുടെ ഹുബുൽ ദേവത വിജയപൂതാക, അത് ഇന്ന് ഇസ്ലാമിനെ നാമാവശേഷമാക്കി എന്ന്
മുദ്രാവാക്യം വിളിച്ചു തുടങ്ങി. ഹദ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, തൻ്റെയും അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും മരണത്തെപ്പറ്റി വിളംബരം കേട്ടുകൊണ്ട് നിശബ്ദരായിരിക്കാൻ ഉപദേശിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകനായ അള്ളാഹുവിൻ്റെ അന്തസ്സിൻ്റെ വിഷയം വന്നപ്പോൾ, ശിർക്കിൻ്റെ മുദ്രാവാക്യം മൈതാനത്ത് മുഴങ്ങിയപ്പോൾ വളരെ അസ്വസ്ഥനായിക്കൊണ്ട് വളരെ ആവേശത്തോടെ സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് മറുപടി നൽകുന്നില്ല? സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാ, ഞങ്ങൾ എന്താണ് പറയേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ആലാ വാജൽ, അല്ലാഹു ആലാ വാജൽ, ഹുബൽ ദേവതയുടെ പ്രതാപം ഉയർന്നു എന്ന് പറയുന്നത് കള്ളമാണ്. അത് നിങ്ങളുടെ വ്യാജോക്തിയാണ്. ഏകനും പങ്കുകാരില്ലാത്തവനുമായ അള്ളാഹു തന്നെയാണ് അന്തസ്സുടയവൻ. അവന്റെ പ്രതാപമാണ് മഹത്വമുള്ളത് എന്ന് പറയുവിൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ജീവിച്ചിരിക്കുന്നുവെന്ന അറിയിപ്പും ശത്രുക്കൾക്ക് നൽകുകയുണ്ടായി. ഇത്രയും ആർജവും ധൈര്യവുമുള്ള മറുപടി കാഫിറുകളുടെ സൈന്യത്തെ വല്ലാതെ സ്വാധീനിച്ചു. അവരുടെ പ്രതീക്ഷകൾ മണ്ണടിഞ്ഞു. വിരലെണ്ണാവുന്ന പരിക്കേറ്റ മുസ്ലിങ്ങളായിരുന്നു അവർക്ക് മുന്നിൽ. അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്നത് പ്രത്യക്ഷത്തിൽ തീർച്ചയായും സാധ്യമായിരുന്നു താനും. പക്ഷെ അവർക്ക് വീണ്ടും ആക്രമിക്കാനുള്ള തൻ്റെ ഇടമുണ്ടായില്ല. അവർ ലഭിച്ച അത്രയും വിജയത്തിൽ സന്തോഷിച്ചുകൊണ്ട് മക്കയിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഹദ്രത്ത് മുസ്ലിം മൗദ് വ്യത്യസ്ത നിലയിൽ ഈ സംഭവം വിവിധ സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് തുടർന്നും വിവരിക്കുന്നതാണ്. ഈ സമയത്ത് ഞാൻ പൊതുവിൽ ദുആക്ക് വേണ്ടി പറയുകയാണ്. പലസ്തീനികളുടെ പൊതുവായ അവസ്ഥകൾക്ക് വേണ്ടി ദുആ തുടരുക. ഗാസയിൽ യുദ്ധം നിർത്തലാക്കാൻ ശ്രമിക്കുന്നതായി കേൾക്കുന്നു. ഒരുപക്ഷെ ഇസ്രായേലി സർക്കാരും ഒരു പരിധിവരെ ഇത് അംഗീകരിച്ചേക്കാം. എന്നാൽ ലെബനാനിലെ അതിർത്തികളിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രഭാവം പിന്നെ വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനുകൾക്ക് മേലും ഉണ്ടാകുന്നതാണ്. പാശ്ചാത്യ ഭരണകൂടങ്ങൾ നീതിയുടെ പേരും ചൂരും തന്നെ മറന്നിരിക്കുന്നു. ആക്രമണം പാരമ്യത്തിലെത്തിയെന്ന് ഇപ്പോൾ അവരുടെ ലേഖകന്മാർ തന്നെ തുറന്ന് എഴുതാൻ തുടങ്ങിയിരിക്കുന്നു. അമേരിക്കൻ നേതാക്കൾ തങ്ങളുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ യുദ്ധത്തിൽ പ്രോത്സാഹനം നൽകുകയാണ്. അത് കാരണം അവരുടെ വരുമാനം വർദ്ധിക്കുന്നു. കാരണം അവരുടെ ഫാക്ടറികൾക്ക് കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ അവരുടെ വിശകലന വിശാരദന്മാരും അമേരിക്ക തങ്ങളുടെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് യുദ്ധത്തെ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്നും ലോകത്ത് കുഴപ്പങ്ങൾ പരത്തുകയാണെന്നും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. അഹമ്മദികൾ ഏതായാലും തങ്ങളുടെ ദുആകളും ബന്ധങ്ങളും വെച്ച് നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തങ്ങളുടെ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം വന്ന മറ്റൊരു വാർത്തയിൽ പറയുന്നു, UN സഹായ ഏജൻസിക്ക് അമേരിക്കയും UK സഹായം നൽകുന്നത് നിർത്തിവെക്കുകയും സാധ്യമല്ലെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. കാരണം അവരുടെ 11-12 ആളുകൾ ഹമാസുമായി ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ഫലസ്തീനികൾക്ക് സഹായം നൽകരുത് എന്ന് ദ്രോഹം ചെയ്യുകയാണ്. അവരെ നിർബന്ധിതാവസ്ഥയിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, അല്ലാതെ ഒന്നുമല്ല. എന്നാൽ ഏറെ ആശ്ചര്യകരമായ സംഗതി എന്തെന്നാൽ, പാശ്ചാത്യ രാജ്യങ്ങൾ സഹായം നിർത്തുന്നുവെങ്കിൽ എണ്ണപ്പണമുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ എന്തുകൊണ്ടാണ് തങ്ങൾ സഹായിക്കാമെന്ന് പറയാത്തത്? കാരണം UN ഏജൻസി ഫെബ്രുവരിക്ക് ശേഷം സഹായം കിട്ടിയില്ലെങ്കിൽ തങ്ങൾക്ക് സഹായം എത്തിക്കാൻ കഴിയില്ലെന്ന് വിളംബരപ്പെടുത്തിയിരിക്കുന്നു. ഏതായാലും അള്ളാഹു മുസ്ലിം രാജ്യങ്ങൾക്കും തങ്ങളുടെ റോൾ നിറവേറ്റാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ലോകത്തുള്ള ഫസാദുകൾ അവസാനിക്കുമാറാകട്ടെ. ഇപ്പോൾ ഇറാനുമായുള്ള യുദ്ധത്തിനുള്ള ആശങ്കയും വർദ്ധിക്കുന്നു. അതുപോലെ യമനിലുള്ള അഹമ്മദികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അവിടെ നമ്മുടെ ആത്മാർത്ഥനായ ഒരു അഹമ്മദി കൽത്തുറുങ്കിലോ വീട്ടുതടങ്കിലോ ശരിയായി ചികിത്സ കിട്ടാത്ത കാരണം മരണപ്പെടുകയുണ്ടായി. വിശദാംശങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് വരുന്നത്. പ്രയാസങ്ങളിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക. കൂടുതൽ വിശദാംശങ്ങൾ കിട്ടിയാൽ മർഹൂമിൻ്റെ ജനാസയും നമസ്കരിപ്പിക്കുന്നതാണ്. പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അഹമ്മദികളെ കുറിമാനമാക്കുന്നു. കൂടാതെ ചില ഉഗ്രവാദികളായ സംഘടനകളിൽ നിന്ന് ജമാഅത്തിന് പ്രയാസങ്ങളുമുണ്ട്. എല്ലാ സ്ഥലത്തും അഹമ്മദികൾക്ക് ഇരട്ട പ്രയാസമാണുള്ളത്. ഒന്ന് പൗരൻ എന്ന നിലയ്ക്കും മറ്റൊന്ന് അഹമ്മദി എന്ന നിലയ്ക്കും. റബുവയിലെയും മറ്റ് പട്ടണങ്ങളിലെയും അഹമ്മദികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക.
അള്ളാഹു അവരെ തൻ്റെ സംരക്ഷണത്തിൽ വയ്ക്കുമാറാകട്ടെ. ദ്രോഹികളുടെ ദ്രോഹം അവർക്ക് മേൽ തന്നെ പതിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ രാജ്യത്തും അഹമ്മദികളെ സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിലേക്ക് തിരിയാതെ തങ്ങൾക്ക് നിലനിൽപ്പിനുള്ള മറ്റൊരു വഴിയുമില്ലെന്ന് ലോകത്തിന് ബോധ്യപ്പെടുമാറാകട്ടെ. അള്ളാഹുവിനെ തിരിച്ചറിയുന്നതിലും അള്ളാഹു അയച്ച ആളെ അംഗീകരിക്കുന്നതിലുമാണ് അവർക്ക് നിലനിൽപ്പുള്ളത്. അള്ളാഹു അവർക്ക് അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.